നമസ്കാരം. കൊടുങ്കാറ്റ് പോലെ വന്നൊരു സംഭവമായിരുന്നു സാദിഖ് അലിയുടെ ശിഹാബ് തങ്ങളുടെ മകൻ സാദിഖ് അലി തങ്ങളുടെ പോൺ വീഡിയോ. ഒരു യുവാവുമായി ഒരു ആൺകുട്ടിയുമായിട്ട് നടത്തിയ ചാറ്റ് എന്നുള്ള നിലയിലാണ് ഈ ഫോൺ വീഡിയോ പ്രസിദ്ധീകരിച്ചത്. അതിൽ സാദിഖ് അലിയുടെ തലയുടെ താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. ആ വീഡിയോയിൽ തല ശരിക്കും സാദിഖ് അലിയുടേതാണ്. തല നരച്ച, താലമുടി നരച്ച, താടി നരച്ച ഒരാൾ എന്നുള്ള രൂപത്തിൽ കൃത്യമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തതാണ്, ഫേക്കായി ചേർത്തതാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഞാൻ ആ വീഡിയോ ഫോട്ടോ പോലും ഞാൻ കാണിക്കുന്നില്ല. ഇത് ആരാണ് ഉണ്ടാക്കിയത് നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ പിന്നിലെ ആശാൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ സരിതാ നായർ ലൈംഗിക വൈകൃതത്തിനിടയാക്കി എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കിയത് ആരാണ് നമുക്കറിയാം. പിണറായി വിജയനും അതേപോലെ നമ്മുടെ ഗണേശനും സരിതാ നായരും ചേർന്നാണ്. എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇവർ തമ്മിൽ ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുകയും പത്രക്കാർക്ക് 10 കോടി രൂപ കൊടുക്കാനും, മൊത്തത്തിൽ കൊടുക്കാനും, പിന്നെ 10 കോടി സരിതയ്ക്ക് കൊടുക്കാനും, പിന്നെ 5 കോടി റുപ്യ കമ്മീഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് അന്ന് തീരുമാനമാവുകയും അത് പ്രകാരം 10 കോടി റുപ്യ സരിതയ്ക്ക് കൊടുത്തു. സരിത കൃത്യമായി അഭിനയിച്ചു. 21 പേജ് അവർ ജയിലിൽ നിന്ന് എഴുതിയ കുറിപ്പ് 25 പേജാക്കി, 5 പേജ് പുറത്തുനിന്ന് എഴുതി കൊടുത്തു. അങ്ങനെ അവസാനം ആ കുറിപ്പ് പുറത്തു വന്നു, വലിയ വിവാദമായി. കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ ഒരുമിച്ച് പ്രചരിപ്പിച്ചു. ഏഷ്യാനെറ്റ് ആണ് ഇത് ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും സങ്കടം. ജോഷിയെ പോലെ എപ്പോഴും സത്യം മാത്രം വിളിച്ചു പറയുന്ന ജോഷിയെ കൊണ്ട്, ഏഷ്യാനെറ്റിലെ ജോഷിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഇല്ലാത്ത കെട്ടിച്ച കഥ ഇന്റർവ്യൂ നടത്തി എക്സ്പോസ് ചെയ്തപ്പോൾ അത് ഏറ്റെടുത്ത് CPM കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ വാർഡുകളിലടക്കം പ്രചരിപ്പിച്ചു. അങ്ങനെ ആ ഇലക്ഷനിൽ ആര് തോറ്റു? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തോറ്റു, UDF തോറ്റു. കേരളത്തിലെ ഏറ്റവും വികസന കുതിപ്പുണ്ടാക്കിയ കണ്ണൂർ എയർപോർട്ടും എറണാകുളം മെട്രോ റെയിൽവേയും വിഴിഞ്ഞം പോർട്ടും കൊണ്ടുവന്ന കേരളത്തിലെ മഹാനായ വികസന നായകൻ, കേരളത്തിൻ്റെ ജനകീയനായ നേതാവ്, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കാണിച്ച പിണറായി വിജയൻ്റെ അതേപോലെ ഗണേശൻ്റെ തന്ത്രമായിരുന്നു. ആ വന്ധ്യവയോധികനായ ആൾ ക്ലിഫ് ഹൗസിൽ വെച്ച് എല്ലാ സമയത്തും 100 കണക്കിന് ആളുകളുള്ള സ്ഥലത്ത് വെച്ച് ഈ സരിതാ നായരെ പ്രകൃതി വിരുദ്ധത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം കഥയുണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ 3 കേസ് പോലീസ് കേസ് എടുത്തു, പിന്നെ ക്രൈംബ്രാഞ്ച് എടുത്തു, പിന്നെ CBI കൊണ്ട് അന്വേഷിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ടാണ്. അത്രയും മനുഷ്യത്വമില്ലാത്ത ക്രൂരനായ ഒരാളാണ് പിണറായി വിജയൻ. ഇപ്പോൾ മലബാറിൽ മുസ്ലിം വോട്ട് അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രമായിരുന്നു. അതേപോലെ തന്നെ ആർക്കെതിരെ? ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയൻ ചെയ്ത പോലെ, ഗണേശൻ ചെയ്ത പോലെ ഇപ്പോൾ സാദിഖ് അലി തങ്ങളെ കുറിച്ചുണ്ടാക്കിയ സ്റ്റോറി, വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ ഒരു സ്റ്റോറി, അത് ഫേസ്ബുക്ക് വഴി പ്രസിദ്ധീകരിക്കുകയും അത് വലിയ പ്രചാരമുണ്ടാകുകയും അത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും പ്രചരിച്ചതോടെ സാദിഖ് അലി തങ്ങളും മുസ്ലിം ലീഗും പരാതി കൊടുത്തതോട് കൂടിയിട്ടാണ്, ഓൺ ദ സ്പോട്ട് പരാതി കൊടുത്തതോട് കൂടിയിട്ടാണ് വാദി പ്രതിയാകുന്ന കാര്യത്തിലേക്ക് പോയതും ആ ഫേക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തത്. ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും മുസ്ലിങ്ങളുടെ ആരാധ്യ നേതാവായ മുസ്ലിം ലീഗ് നേതാവിന് അപ്പുറത്തേക്ക് ആരാധ്യനായ ആത്മീയ നേതാവാണ് ആര്? ഈ സാദിഖ് അലി തങ്ങൾ, ശിഹാബ് തങ്ങളുടെ മകനാണ്. അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളായ കഥ ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കിയത് പിണറായി വിജയൻ്റെ ബുദ്ധിയാണെന്നുള്ള ആർക്കാണ് അറിയാത്തത്? പിണറായി വിജയൻ്റെ പാവാട രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വികൃത മുഖമാണ് ഇത്. നമുക്കറിയാം, ശങ്കരാടി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പുതിയ യുവാക്കൾ വരുമ്പോൾ അവരെ നാറ്റിക്കാൻ ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കി കൊടുത്താൽ മതി, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. അതേപോലെ സാദിഖ് അലി തങ്ങളെ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്താൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് അട്ടിമറിക്കാം, മുസ്ലിങ്ങളെ വോട്ട് അട്ടിമറിക്കാം എന്നുള്ള കാഴ്ചപ്പാടോടെ പ്രവർത്തിച്ച പിണറായി വിജയന് ഇപ്പോൾ കിട്ടിയത് 8ന്റെ പണിയാണ്. മലബാർ മേഖലയിലുള്ള എല്ലാ മുസ്ലിങ്ങൾ ഒന്നടക്കം, എല്ലാ മുസ്ലിങ്ങളുടെ എല്ലാ ജനങ്ങളും, ഏറ്റവും മുസ്ലിങ്ങളടക്കം ഒന്നിച്ച് UDFിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാനുള്ളത്. നമുക്കറിയാം, കണ്ണൂരും കാസർഗോഡും വയനാടും മലപ്പുറവും കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും അടക്കം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് ഉള്ളത്. 15,000 മുതൽ 20,000 വോട്ട് വരെ ആവറേജ് ഒരു മണ്ഡലത്തിലുണ്ട്. ഈ 20,000 വോട്ട് അല്ല 25,000 വോട്ട് UDFിന് അനുകൂലമായപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ ഒരാളെ ഇല്ലാത്ത കഥയുണ്ടാക്കി ഇത്തരത്തിൽ വൈകൃതങ്ങളിലൂടെ രാജാവാക്കി മാറ്റി മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച
പിണറായി വിജയന് കിട്ടുന്ന ഏറ്റവും വലിയ 8ന് പണി എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് UDF അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ്. പാലക്കാട് ഒഴികെ എന്ന് ഞാൻ പറയാൻ പറ്റും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ശക്തമായ മെജോറിറ്റി അവർ സ്വന്തം വ്യക്തിത്വത്തിൽ BJPയുടെ ഏതെങ്കിലും ഇതുകൊണ്ടല്ല, അവരുടെ സ്വന്തം കഴിവിൽ നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒഴികെ കാസർഗോഡ് നിങ്ങളുടെ എടുത്തു നോക്കിയ മഞ്ചേശ്വരവും കാസർഗോഡും അതേപോലെ ഉദുമയും അതേ കാഞ്ഞങ്ങാടും ഹോസ്ദുർഗും അടക്കം, ഹോസ്ദുർഗ് അല്ല ഇപ്പോഴത്തെ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് അടക്കം കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളും അതേപോലെ വയനാട്ടിലെ മണ്ഡലങ്ങളും കോഴിക്കോട്ടെ മണ്ഡലങ്ങളും മലപ്പുറത്തെ 16 മണ്ഡലം അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് ഇപ്പോൾ എല്ലാം UDFന്റെ കൂടെ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ്. കണ്ണൂരിൽ എത്രയാണ് സീറ്റുള്ളത്? 11. 5 സീറ്റ് കാസർഗോഡ് ഉണ്ട്. വയനാട്ടിൽ 3 സീറ്റ്, എത്രയായി? 19 സീറ്റായി. കോഴിക്കോട് 13, 32 സീറ്റായി. മലപ്പുറത്ത് എത്ര സീറ്റാണ്? 16 സീറ്റ്, 49 സീറ്റായി. പാലക്കാട് 12 സീറ്റാണ്, 61 സീറ്റായി. പിന്നെയോ തൃശ്ശൂർ 13 സീറ്റാണ്, അപ്പോൾ 74 സീറ്റ്. 74 സീറ്റ് മാക്സിമം പോയാൽ ഇന്നത്തെ അവസ്ഥയിൽ 5 സീറ്റ് അല്ല 9 സീറ്റ് കൂട്ടാം, 65 സീറ്റും UDFന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ കൊടുങ്കാറ്റാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഞെട്ടലിലാണ് നമ്മുടെ KT ജലീൽ. KT ജലീൽ ഉടൻ തന്നെ സാധാരണ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയും വിജയിപ്പിക്കാൻ തന്ത്രങ്ങൾ മെനക്കുന്ന KT ജലീൽ ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശിഹാബ് തങ്ങൾക്കെതിരെ, ഇങ്ങനെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള നെറികേടാണ്, ആര് ചെയ്താലും തെറ്റാണ്, ഇടത് സൈബർ ഇടങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ KT ജലീൽ വന്നിരിക്കുന്നത്. KT ജലീൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി എൻ ബ്ലോക്കായി, അവർ പല പാർട്ടികളിൽ ഉണ്ടെങ്കിൽ എൻ ബ്ലോക്കായി UDFിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. എന്തായാലും ഇതിന് വലിയ തിരിച്ചടികൾ വരാൻ പോകുന്നുള്ളൂ. പിണറായി വിജയന്റെ കുബുദ്ധി ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക കളിച്ച് ഇലക്ഷനിൽ വിജയിക്കാമെന്നുള്ള വലിയ വ്യാമോഹത്തിനാണ് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ശബരിമല കൊള്ളയുടെ പേരിൽ കേരള തെക്കൻ മേഖലകളിൽ UDFന് അനുകൂലമായ തരംഗമുണ്ടാകുമ്പോൾ വടക്കൻ മേഖലയിൽ ഒന്നടങ്കം ഒറ്റക്കെട്ടായി UDFനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഇവിടെയുള്ള സീറ്റുകളിൽ 65 സീറ്റുകളെങ്കിലും UDFന് അനുകൂലമായി വരുന്നു എന്നുള്ള കാര്യമാണ് വരുന്നത്. അതോടുകൂടി ഭരണം UDFന് അനുകൂലമാവുകയാണ്. 8ന് പണിയാണ് കൃത്യമായി കിട്ടിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.